വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് നേരിയ സംഘർഷമുണ്ടായത്. ബാരിക്കേഡിനിടയിലൂടെ MLA ഓഫീസിന് സമീപത്തേക്ക് പോകാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. ഇത് തടഞ്ഞ പോലീസിന്റെ ബാരിക്കേഡ് ഉയർത്തിമാറ്റാൻ പ്രവർത്തകർ ശ്രമിച്ചു. ഇത് നേരിയ സംഘർഷത്തിലേക്ക് വഴിമാറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചുവെന്നാരോപിച്ച് വലിയ വാക്കേറ്റവുമുണ്ടായി. ഇതിനിടെ പോലീസിന്റെ ലാത്തിയും ഷീൽഡും പ്രവർത്തകർ പിടിച്ചുവാങ്ങി. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇത് പോലീസിന് തിരികെ നൽകിയെങ്കിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും തുടർന്നു. സംഘർഷം അവസാനിച്ച ശേഷമാണ് സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയത്. ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി. പോലീസ് നടപടിക്കെതിരെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വീണ്ടും കുറയ്ക്കണം, 30 പൈസയാക്കണം, 40 പൈസയാക്കണം എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങിയവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. ഇപ്പോൾ കുറച്ചില്ല എന്ന് മാത്രമല്ല, 5 തവണയായി കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നു. യാതൊരു നീതീകരണവുമില്ല. കേരളത്തിൽ ആര്യാടൻ മുഹമ്മദ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ലാഭകരമായ രീതിയിൽ 4 രൂപ 29 പൈസ യൂണിറ്റ് നിരക്കിൽ 3 കമ്പനികളുമായി 25 വർഷക്കാലം വൈദ്യുതി നൽകുന്നതിന് കരാറുണ്ടാക്കി. ആ കരാർ ഏകപക്ഷീയമായി ഗവൺമെന്റ് റദ്ദ് ചെയ്തു. ആ കരാറിലൂടെ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നഷ്ടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കരാർ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് റദ്ദാക്കിയത്. ആ റദ്ദാക്കിയതിനു ശേഷം 4.29 മാറി 7 രൂപ 58 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പുതിയ കരാറുണ്ടാക്കിയത്. കോടാനുകോടി രൂപ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവിലേക്ക് വരുന്നതിന് വേണ്ടി, അഴിമതി നടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ.
UTV ന്യൂസ് പാലക്കാട്.